പ്രവാചകന്മാർ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാർക്കൊന്നും കിട്ടാത്ത ആ ബഹുമതിയാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകം വെച്ച് കൊടുക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, താങ്കളെ ഞാൻ ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതമായിട്ടാണ് അയച്ചിട്ടുള്ളത്, നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിനാഘോഷമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവയിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ മാസത്തെ വരവേൽക്കുവാൻ നമ്മുടെ നാട് പോലെ മറ്റു നാടൊക്കെ ഒരുങ്ങി. എവിടെയൊക്കെ മുസ്ലിം എന്ന പദമുണ്ടോ, മനുഷ്യത്വം എന്ന ബീജാവാദമുണ്ടോ, അവിടെയൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുകയാണ്. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ലോകം കണ്ട ഏറ്റവും വലിയ വിജ്ഞാന സംസ്കാര ചിന്തകനായിരുന്ന ബർണാഡ് ഷാ ലോകത്ത് ആദ്യമായി ഓസ്കാർ പുരസ്കാരം നേടി, പിന്നീട് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ബർണാഡ് ഷാ അദ്ദേഹം കുറിച്ചിടുന്നുണ്ട്, the world is there need a man with the mind of Prophet Muhammad sallallahu alaihi wasallam. ലോകം ഇന്നും ആവശ്യപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്താഗതിയുള്ള യുഗപുരുഷന്മാരെയാണ് ബർണാഡ് ഷാ അദ്ദേഹം വലിച്ചിടുന്ന കുറികളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ അതാണ് പറഞ്ഞത്. ലോകത്തിന് മൊത്തം അനുഗ്രഹമായിട്ടാണ്. ഏതൊരു സമുദായത്തിന് മാത്രമല്ല, ഏതൊരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാവരുടെയും തിരുനബിയായിരുന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ മനുഷ്യൻ, ആ വലിയ മഹാഗുരുവിന്റെ അധ്യാപനങ്ങൾ നാം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പുലർത്തിപ്പോലേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ ചെവിയിൽ ആദ്യമായി പാങ്ങു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പേരിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ബോധ്യം വന്നാൽ, മൂത്രിക്കുന്നത് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം വന്നാൽ, കാഷ്ടിക്കുന്നത് അവൻ തിരിച്ചു കഴിഞ്ഞാൽ അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. നബി തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. നബി തങ്ങളുടെ പിതാവ് അബ്ദുള്ളയാണ്, മാതാവ് ആമിനയാണ് എന്നുള്ള ആ സപ്തവാചകങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ പഠിപ്പിക്കണം എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ പറഞ്ഞത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല, അല്ലാഹുവാണ് നമ്മുടെ ഇലാഹ് എന്ന് പറയാനല്ല, മറിച്ച് അവിടെ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അതാണ് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, നാം നിസ്കരിക്കുമ്പോൾ 5 വക്ത് നമസ്കാരങ്ങളിലൊക്കെ അത്തഹിയാത്തിലൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ആ അത്തഹിയാത്തിലെ നിസ്കാരം പോലും ശരിയാവില്ല. ഇവിടെ പാട്ട് കൊടുക്കുകയാണ്. കേരളത്തിൽ പാട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞ് അങ്ങനെ ഈ ന്യൂയോർക്കും ലണ്ടനും അമേരിക്കയും വാഷിംഗ്ടണും എല്ലാ രാജ്യങ്ങളും ഉപഭൂഖണ്ഡങ്ങളും ചുറ്റിക്കറങ്ങുന്ന മുസൽമാന്റെ 5 വക്ത് നമസ്കാരത്തിന് ഒരുവിടുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പേരിന് അപ്പുറം വെക്കാൻ പവറുള്ള ഒരു പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. ഇതിലേറെ വലിയ ബഹുമതി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ പോലെ വേറെ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന് മുമ്പ് എത്ര പ്രവാചകന്മാർ ഇവിടെ കടന്നുപോയി. മഹാനായ നൂഹ് നബി
പ്രളയം വന്നപ്പോ ആ പ്രവാചകനെ വിളിച്ചാണ് സഹായിച്ചത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ പ്രളയം രൂപപ്പെട്ടപ്പോ അവിടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം മുന്നിൽ വെച്ച് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദിമപിതാവാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ തന്റെ ഇണയെ കാണാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. അല്ലാഹുവേ, ഞാൻ സ്വർഗ്ഗത്തിന്റെ കോവണിപ്പടിയിൽ സ്വർഗ്ഗത്തിലായിരുന്നപ്പോ സ്വർഗ്ഗത്തിൽ ആ കോവണിപ്പടിയിൽ നിന്റെ പേരിന്റെ അപ്പുറം ഒരു മുഹമ്മദ് എന്ന നാമം ഉണ്ടായിരുന്നുവല്ലോ തമ്പുരാനെ. നിന്റെ പേരിന്റെ അപ്പുറം ഒരു പ്രവാചകന്റെ പേര് വെക്കാൻ സാധിക്കുമെങ്കിൽ ആ പ്രവാചകൻ ചില്ലറക്കാരനല്ല. അതുകൊണ്ട് ആ പ്രവാചകന്റെ പവിത്രത കൊണ്ട്, പരിശുദ്ധി കൊണ്ട്, പരിലാളന കൊണ്ട് തമ്പുരാനെ നിങ്ങൾക്കിടയിലുള്ള പ്രയാസങ്ങൾ നീക്കണമെന്ന് ആദം അലൈഹിസ്സലാം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഏത് പ്രവാചകൻ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുകയാണ്. ആ സമയത്തും സഹായം ചോദിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ മുന്നിൽ നിർത്തിയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്തോരം പേരുകളാണ് ഇടുന്നത്. അർത്ഥമുള്ളതുണ്ട്, അർത്ഥമില്ലാത്തതുണ്ട്. ആധുനിക നൈപുണ്യ ഭാഷയിൽ എന്താണോ തോന്നുന്നത് ആ പേരിലൂടെയാണ് നമ്മൾ. അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പലപ്പോഴും നാം മറന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മൻ ഉലിദ ലഹു സലാസത്ത്, ഒരാൾക്ക് 3 മക്കൾ ഉണ്ടായി, 3 ആൺകുട്ടികൾ ഉണ്ടായി. എന്നിട്ടോ വലം യുസമ്മി മുഹമ്മദൻ ഫഖദ് ജഫാനി, 3 മക്കൾ ഉണ്ടായിട്ട് ആ 3 മക്കളിൽ ഒരാൾക്കും എന്റെ പേര് ഇട്ടിട്ടില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കേണ്ട ഹദീസാണ്. എത്ര മക്കളാണ് നമ്മളൊക്കെ അഡ്മിഷൻ രജിസ്റ്ററിൽ എഴുതുമ്പോഴാണ് അതിന്റെയൊക്കെ വേദന. ചിലതിന്റെ അർത്ഥം മരക്കൊമ്പ്, ചാർജർ, ഷാഹിദ്, ഒരു പേരുകൾ, എന്തോരം പേരുകളാണ്. ഇതിന്റെ ഒന്നും അർത്ഥം നോക്കാതെ മോഡലുകൾ നോക്കി പേരിടുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്. അതുകൊണ്ട് നാം പലപ്പോഴും ശ്രദ്ധിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പേരിനോട് വരാൻ ഏത് കാലത്തും ഏത് സമയത്തും നമുക്ക് അത് ചെയ്യിക്കാൻ സാധിക്കണം. അതാണ് ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു. 3 മക്കളുണ്ടായിട്ട് ആ 3 മക്കളിൽ ഒരാൾക്കും എന്റെ പേരിടാൻ ആ പിതാവിന് സാധിച്ചിട്ടില്ലെങ്കിൽ, പിതാവേ, നിങ്ങളും ഞാനും നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്കിടയിൽ ഒരു വിഭ്രാട്ടം ഉണ്ടാവുകയില്ല. ഫഖദ് ജഫാനി എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഇദാ കാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളായ വനാദാ മുനാദി, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും, എന്ത്? അലാ മൻ കാന ഇസ്മുഹു മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് എന്ന പേരുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. മുഹമ്മദ് എന്ന പേരുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. എന്തിനാണ്? فليقل يدخل الجنة لإكرام النبي محمد صلى الله عليه وسلم. അവൻ മുഹമ്മദ് എന്ന നാമത്തെ ആ പ്രവാചകനെ ബഹുമാനിച്ചതിന് വേണ്ടി അവൻ എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകട്ടെ എന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ലിപികളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് എന്ന നാമത്തിന് ഒരു പവറുണ്ടെങ്കിൽ ആ നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ ബർക്കത്തില്ല എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമല്ലേ? നിങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം എന്താ? ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, ഖുദ്സിയായ ഹദീസിലൂടെ പറയാണ്, നബിയെ താങ്കളെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല
ഈ ഭൂലോകത്തിൽ എന്ന് മാത്രമല്ല ഒരു കണിക പോലും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനേക്കുള്ള ഒരു പവർ പോയിന്റ് ആണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണോ എന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത്. ഫത്തബിഊനി, നിങ്ങൾ എന്നെയാണ് പിൻപറ്റേണ്ടത്, എന്നെയാണ് സ്നേഹിക്കേണ്ടത്. എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ മനോഹരമായ ആ പിറവിയുടെ ജന്മദിനത്തിന്റെ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇവിടെയും കവികൾ, എത്ര കവികൾ, എത്ര ശാസ്ത്രജ്ഞന്മാർ, എത്ര എഴുത്തുകാർ, ഇവർക്കൊന്നും എഴുതി തീരാത്ത ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. മദീന പാടുകയാണ്. വസന്തങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അസ്തമിക്കാറുണ്ട്. വസന്തം ജമ്മു കാശ്മീരിന്റെ ഹിമഗണങ്ങൾ പൊഴിയുന്ന ആ പ്രഭാതങ്ങളാണ് അവിടുത്തെ വസന്തങ്ങളെങ്കിൽ വയനാടിന്റെ തീരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആ മനോഹരമായ പുലരികളാണ് അവിടുത്തെ വസന്തമെങ്കിൽ നമ്മുടെ വസന്തമേതെന്നറിയോ? മദീനയിലെ ഒരിക്കലും അസ്തമിക്കാത്ത വസന്തമാണ് നമ്മുടെ വസന്തമെന്ന് മഹാനായ അല്ലാമ ഇഖ്ബാൽ. എല്ലായിടത്തും വസന്തങ്ങൾ അസ്തമിക്കാറുണ്ട്. ജമ്മു കാശ്മീരിന്റെ ഒരു മൺസൂൺ കഴിഞ്ഞാൽ അവിടെ അസ്തമിക്കാറുണ്ട്. കേരളത്തിന്റെ വയനാടിന്റെ ആ മട്ടരികൾ പുളകം ഒഴിച്ചുകൊണ്ട് ഒരു ഡിസംബർ മാസം കഴിഞ്ഞു പോയാൽ അവിടെയും വസന്തം അസ്തമിക്കാറുണ്ട്. പക്ഷേ അസ്തമിക്കാത്ത വസന്തമേതെന്നറിയോ? മദീനയിലെ അസ്തമിക്കാത്ത ദിവ്യശോഭയുമായി ഒരു പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ കൊളുത്തിവെച്ച പ്രകാശ പൂർണിമയുണ്ട്. ആ വസന്തമാണ് ലോകത്ത് അസ്തമിക്കാത്ത വസന്തമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാമ ഇഖ്ബാൽ കുറിച്ചിരുന്ന വരികളാണ്. ലോകം കണ്ട വളരെ സാഹിത്യ കവിയാണ്, ഉറുദു കവിയാണ്. അതുകൊണ്ട് ആർക്കും പറഞ്ഞു തീരാത്ത മധുരങ്ങൾ ഒഴിഞ്ഞു പോകാത്ത മുഹമ്മദ് മുസ്തഫ. ആർക്കാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്? 1500 വർഷം തികയാൻ ആർക്കാണ് ഇവിടെ പ്രവാചകനെ വർണ്ണിച്ച് പൂർത്തിയായിട്ടുള്ളത്? എന്നിട്ട് ചില ആളുകൾ പറയും നബിദിനം സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. അതുപോലെ സലഫു സ്വാലിഹീങ്ങൾ ഒന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പറയുന്ന ആളുകളുടെ മുൻഗാമികൾ KM മൗലവി ഇവിടെ നബിദിനം ആഘോഷിച്ചവരാണ്. അതിനു വേണ്ടി ഇവിടെ പ്രചരണം നടത്തിയവരാണ്. മൗലിക സദസ്സുകൾ സംഘടിപ്പിച്ചവരാണ്. ഇന്നും നിങ്ങൾ 1920കളിലെ ചന്ദ്രികയും അതുപോലെ മാതൃഭൂമിയും എടുത്തു നോക്കൂ. ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതൊക്കെ വളരെ അബദ്ധചകിതമായ ധാരണകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ജനിക്കാൻ കാരണക്കാരനായ, നമ്മൾ ഈ ഇസ്ലാമിലേക്ക് വരാൻ കാരണക്കാരനായ ഒരു പ്രവാചകനെ മറ്റുള്ളതിനൊക്കെ നമുക്ക് സമയമുണ്ട്. മക്കളുടെ ബർത്ത്ഡേ എത്ര കെങ്കേമമായ മക്കളുടെ നിക്കാഹുകൾ, സദസ്സുകൾ എത്ര ആഡംബര വിഭൂഷമായിട്ടാണ് നാം നടത്താറുള്ളത്. എന്നിട്ട് പറയാം നബിദിനം വരുമ്പോൾ നബിദിനം പാടില്ല, നബിദിനം പാടില്ല. വളരെ അബദ്ധജടിലമായ ധാരണയാണ്. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ സംഭവം ഞാൻ പറയാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ അബൂ ലഹബ്, ആരാണ് അബൂ ലഹബ്?
പ്രവാസിച്ച വ്യക്തിയാണ് അബൂ ലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ക്ഷണിക്കാൻ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദ് അതിവിട വേണ്ട, ഇസ്ലാമിക ദഅവത്ത് വിട വേണ്ട, കുടുംബക്കാരനാണ്. അങ്ങനെ എന്നാൽ ആ അബൂ ലഹബിനെ പോലും എല്ലാ തിങ്കളാഴ്ചയും ഖബറിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തള്ളവിരലിൽ നിന്ന് പാനീയം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അടിമകളെ ഒരുപാട് വ്യാപാരം നടത്തിയിരുന്ന ആളായിരുന്നു അബൂ ലഹബ്. അദ്ദേഹം സുവൈബത്തുൽ അസ്ലമിയ, ഇസ്ലാമിലെ വളരെ വിശ്വപ്രസിദ്ധയായ വനിതയാണ്. സുവൈബത്തുൽ അസ്ലമിയ എന്ന വനിതയെ മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചു എന്ന കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിങ്കളാഴ്ചയും അബൂ ലഹബിനെ എന്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ അതിന്റെ ആ സന്തോഷിച്ചു എന്ന കാരണത്താൽ ഒരു വനിതയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അബൂ ലഹബ് ഖുർആൻ പേരെടുത്ത് വിമർശിച്ച അബൂ ലഹബിനെ പോലും സ്വർഗ്ഗീയത്തിൽ നിന്ന് പാനീയം ലഭിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നിരന്തരം മാലമൗലിദുകൾ, സദസ്സുകൾ അതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനപ്പുറം പിന്നെ എന്താണ് നമുക്ക് നേടാനുള്ളത്? അതുകൊണ്ട് വിമർശകർ അവരുടെ വിമർശനം കൊണ്ട് എവിടെയാണ് അതിജയിച്ചിട്ടുള്ളത്? ആദ്യം സുന്നത്ത് ജമാഅത്തിനെ എതിർത്തു, പിന്നെ ബിദ്അത്തിനെ എതിർത്തു, പിന്നെ യുക്തിവാദത്തിനെ. ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ തള്ളണമെന്ന് പോലും പറയുന്ന വിധത്തിലേക്ക് എത്തിയതെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിപിഴച്ചു പോയതിന്റെ ബാലിശമായ തെറ്റുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഹദീസ് കിട്ടിയപ്പോൾ ആ ഹദീസ് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ലെങ്കിൽ അത് തള്ളണമെന്ന് പറഞ്ഞ ഇത്രത്തോളം വളരെ യുക്തിവാദികൾ പോലും പറയാൻ മടിക്കുന്ന വിധത്തിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉള്ളിൽ വളരുന്ന ക്യാൻസറുകൾ പോലെയുള്ള ഇത്തരം ചിന്താഗതികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ പേരെടുത്ത് അധിക്ഷേപിച്ച് ഒരു അവിശ്വാസിയായ മനുഷ്യനെ പോലും ഈ ഒരു പേര് സന്തോഷിച്ചു എന്നതിന്റെ പേര് പിന്നെ നമ്മൾ അതിന്റെ പേരിൽ ആഘോഷം നടത്തിയാൽ അതിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോ നമ്മൾക്ക് അതിനു വേണ്ടി ഒരു നീയത്ത് നന്നാക്കുന്ന കാലം എത്ര കഴിഞ്ഞാൽ, എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാൽ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനവരിലോട് ഓർക്കുമ്പോൾ, കാരണം മുഹമ്മദ് നബി അതിനു വേണ്ടി ഉദയം ചെയ്തതാണ്, മുഹമ്മദ് നബി അതിനു വേണ്ടി പടക്കപ്പെട്ടതാണ്. വേറെ ആർക്കുമില്ലാത്ത അല്ലാഹുവിന്റെ പേരിനപ്പുറം വെച്ച് ഈ പ്രപഞ്ചമൊന്നാകെ ഒരു വിട്ടുകൊണ്ടിരിക്കുന്ന ബാബുകളിലൂടെയും നിസ്കാരങ്ങളിലൂടെയും തഹ്ലീലുകളിലൂടെയും ഒരു മനുഷ്യനെ ഇങ്ങനെ അവസാനം വരെ കൊണ്ടാടുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നമ്മൾ ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി തങ്ങളെ സ്നേഹിക്കുവാനും അതിനോട് ഓരം ചേർന്ന് നിൽക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.